മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ നിസർഗധാമ റിസർവിലുള്ള ബാംബു ഫോറസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു തൂക്കുപാലത്തിലൂടെ വേണം നമ്മൾ ദ്വീപിലേക്ക് പ്രവേശിക്കാനായിട്ട്. പഴയ തൂക്കുപാലം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. പുതിയൊരു തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ തൂക്കുപാലത്തിലൂടെയാണ് നമ്മൾ ദ്വീപിലേക്ക് പ്രവേശിക്കുന്നത്. കർണാടകയിലെ കുശാൽ നഗർ പട്ടണത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയും മടിക്കേരിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയും സംസ്ഥാന പാതയിൽ നിന്ന് അല്പം അകലെയും സ്ഥിതി ചെയ്യുന്ന നിസർഗധാമ ആശ്വാസകരവും മനോഹരവുമായ ഒരു ദ്വീപാണ്. ഇവിടുത്തെ ബാംബു ഫോറസ്റ്റ് വളരെ പ്രശസ്തമാണ്. ഇന്ത്യയിലെ കർണാടകയിലെ കുടകു ജില്ലയിൽ കാവേരി നദിയിൽ നിന്നാണ് ഈ അത്ഭുതകരമായ ദ്വീപ് രൂപം കൊണ്ടത്. മൊത്തം 64 ഏക്കറിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഫോറസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ട്രീ ഹൗസുകൾ കാണാൻ പറ്റും. നമുക്കതിൽ കയറുകയും ചെയ്യാം. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഇതുപോലെയുള്ള ധാരാളം ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോമുകളുടെ പ്രതിമകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കർണാടകയിലെ ട്രഡീഷണൽ ആർട്ട് ഫോമായ കോലാട്ടം, ഒരു ഡാൻസ് ഫോമാണ്. അതിന്റെ കോലാട്ടത്തിന്റെ മാതൃകയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കോലാട്ടം ആണുങ്ങളുടെ ഒരു ഡാൻസ് ഫോം ആണെങ്കിൽ അവിടുത്തെ തന്നെ ഉമ്മത്താട്ടം എന്ന് പറയുന്ന സ്ത്രീകളുടെ ഡാൻസ് ഫോമാണ് പിന്നീട് കണ്ട ആ മാതൃക. അതായത് സ്ത്രീകൾ ഡാൻസ് ചെയ്യുന്ന പോലുള്ള ആ മാതൃക പിന്നീട് കണ്ടത് ഉമ്മത്താട്ടത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. ആയിരത്തി 1989 വനം വകുപ്പിന്റെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി സ്ഥാപിതമായ ഈ മനോഹരമായ പിക്നിക് സ്പോട്ട് കട്ടിയുള്ള മുളങ്കാടുകൾ, തേക്കുമരങ്ങൾ, ചന്ദനമരങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. നിസർഗധാമ എല്ലാ പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അത് ഒരു തരത്തിലും അതിരുകടന്നൊരു കാര്യമല്ല. വാസ്തവത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും അനുയോജ്യമായൊരു സ്ഥലമാണ് നിസർഗധാമ. നിസർഗധാമയുടെ ദൃശ്യഭംഗി കൂർഗിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായും കൂർഗിലെ ജനങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തുടനീളമുള്ള വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു പ്രശസ്ത പിക്നിക് സ്ഥലവുമാക്കി മാറ്റുന്നു. ഇവിടെ ധാരാളം വിനോദോപാധികൾ അവർ ഒരുക്കിയിട്ടുണ്ട്. കാവേരി നദിയുടെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഇതുപോലെ ഇറങ്ങാനുള്ള അവസരവും നമുക്ക് ലഭിക്കും. എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു ഏരിയയാണിത്. വനത്തിനുള്ളിലെ ഒരു സ്ഥലം കൂടിയാണിത്. ഈ ഭാഗങ്ങളിൽ നമുക്ക് ഇറങ്ങാനായിട്ട് അനുവാദം കിട്ടും. മാനുകളും മുയലുകളും മയിലുകളും ഉൾപ്പെടെ എണ്ണമറ്റ മൃഗങ്ങൾ ഇവിടെ പ്രാകൃതമായ ചുറ്റുപാടിൽ വസിക്കുന്നു.
ഇതും പക്ഷികളും ഒക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെ മാനുകളുടെ ഒരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലഘുഭക്ഷണശാല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിസർഗധാമയിൽ കുട്ടികളുടെ കളിസ്ഥലവും ഓർക്കിഡാരിയവും ഉണ്ട്. ചെറുപ്പക്കാരും പ്രായമായവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു പരിസ്ഥിതി പാർക്കും ഇവിടെ കാണാം. ആനസവാരിയും ബോട്ടിങ്ങുമാണ് ഇവിടുത്തെ മറ്റു പ്രധാന ആകർഷണങ്ങൾ. നിസർഗധാമയിൽ വനം വകുപ്പിന്റെ കീഴിലുള്ള ഗസ്റ്റ് ഹൗസും ട്രീ ടോപ്പ് ബാംബു കോട്ടേജുകളും ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആനസവാരി ഉണ്ടായിരുന്നില്ല. ആനസവാരിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റെപ്പുകൾ വന്നിട്ട് ഇങ്ങനെ ഒരു പാലം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവിടെ ആനസവാരിക്ക് വേണ്ടി ആനപ്പുറത്തേക്ക് കയറാനുള്ള സൗകര്യമാണതെന്ന് പിന്നീടാണ് മനസ്സിലായത്. മൺസൂൺ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ നവംബർ ഡിസംബർ മാസങ്ങളാണ് നിസർഗധാമ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്താണ് ഈ സ്ഥലത്തിന്റെ പ്രകൃതി ഭംഗിയും ശാന്തതയും ഏറ്റവും നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇതവിടെ കരകൗശല വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാളാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കൂർഗിലെ തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും വളരെ ലാഭത്തിൽ വാങ്ങിക്കാൻ സാധിക്കുന്ന ധാരാളം കടകളുണ്ട് പുറത്തായിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.